ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ നാളത്തേക്ക് നിർത്തിവെച്ചു. ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടന്ന ഭരണഘടനാ ചർച്ചയിലായിരുന്നു അമിത്ഷായുടെ പ്രസ്താവന. അതേസമയം പ്രതിഷേധത്തിന് പിന്നാലെ ആരോപണം നിഷേധിച്ച അമിത്ഷാ കോൺഗ്രസ് വസ്തുതകൾ വളച്ചൊടിക്കുന്നുവെന്ന് വിമർശിക്കുകയും ചെയ്തു. അബ്ദുൾ റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിന് പിന്നാലെ ഇരുസഭകളും ഇന്ന് പ്രക്ഷുബ്ധമാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഭരണഘടനയ്ക്ക് മേലുള്ള ചർച്ചയിലാണ് വലിയ രീതിയിലുള്ള പരാമർശവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയത്. ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇരുസഭകൾക്ക് മുന്നിലും പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും പ്രതിഷേധം ഉയർത്തി. പ്രത്യേകിച്ച് ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി മാപ്പ് പറയണമെന്നടക്കമുള്ള വാക്കുകളൊക്കെ തന്നെയും പ്രതിപക്ഷ എംപിമാർ ഉയർത്തി. എന്തായാലും ഈ അംബേദ്കർ എന്നുള്ളത് അംബേദ്കറുടെ നാമം കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും വലിയ ഫാഷനായിട്ട് ഉപയോഗിക്കുന്നു. അതോടൊപ്പം ഈ അംബേദ്കർ നാമത്തിന് പകരം ദൈവം നാമം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം എന്ന തരത്തിലുള്ള വിദ്വേഷം പോലും ഇടർത്തുന്ന പ്രസംഗമായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇരുസഭകളിലും പ്രതിഷേധമുണ്ടായത്. 11 മണിക്ക് ഇരുസഭകളും ആരംഭിച്ചെങ്കിൽ പോലും സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇരുസഭകളിലും പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തി ബഹളം വെച്ചു. ലോക്സഭയിൽ കോൺഗ്രസ് എംപിമാരും മറ്റു എംപിമാരും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർത്തിയത്. നടുക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും പ്രതിഷേധം നടത്തി. എന്തായാലും ഈ പ്രസ്താവനയ്ക്ക് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടി നേതാക്കളൊക്കെ തന്നെയും ആരോപിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ആഭ്യന്തരമന്ത്രി നടത്തിയത് എന്ന വിമർശനവും ഉയർന്നുണ്ട്. എന്തായാലും അംബേദ്കറെ അപമാനിക്കുന്ന, അംബേദ്കറെ അവഹേളിക്കുന്ന നിലപാടിലേക്കാണ് കേന്ദ്രം കടക്കുന്നത്, ഒപ്പം BJPയും കടക്കുന്നത് എന്ന് കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ള ഇടത് എംപിമാരും ഇന്ന് വിമർശനമുയർത്തി. എന്തായാലും ഇരുസഭകളും പ്രക്ഷുബ്ധമായതോടെ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. എന്തായാലും നാളെയും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയാണ് കോൺഗ്രസ് എന്നൊരു വാദമാണ് ഇപ്പോൾ അമിത്ഷാ ഉയർത്തിയിരിക്കുന്നത്. ഭരണഘടന അനുസരിച്ച് മാത്രം നീങ്ങുന്ന ഒരു പാർട്ടിയാണ് BJP. അത് കോൺഗ്രസിന് വ്യക്തമല്ല. കോൺഗ്രസ് തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നു. അതോടൊപ്പം അംബേദ്കറിന് കാര്യമായ വില നൽകാത്ത രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ മറ്റു MPമാരുടെ വാക്കുകൾക്കിടയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കേണ്ടി വരുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ അമിത്ഷാ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസം മാത്രമാണ് ഇനി ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റ് അവസാനിക്കാനിരിക്കുന്നത്. ഈ 2 ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ എംപിമാരുടെ തീരുമാനം. അസിത. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.